വെറുതെ എന്തൊക്കെയോ സംശയങ്ങൾ. അത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചില്ലെങ്കിൽ വലിയ മനപ്രയാസമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഇങ്ങനെ പറഞ്ഞു കാണുമോ? ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഉറപ്പായിട്ടും മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയതാകാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ദുഷ്ടലാക്കോടെയുള്ള വാർത്ത തന്നെയാണിത്. ഇന്ത്യക്കാകെ മാതൃകയെന്ന് വെടിപൊട്ടിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കുറച്ചുകൂടി മാതൃകയാകാനുണ്ട് എന്നാണത്രേ സർക്കാരിൻ്റെ പുതിയ കണ്ടെത്തൽ. അതിൽ കാര്യമാക്കാനില്ല. ഒരു കയ്യബദ്ധം ഏത് മന്ത്രിസഭയ്ക്കും പറ്റാം. അതിനാൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 2ാം ഘട്ടം നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് പുതിയ വാർത്ത. താനിത് 2 മാസം മുമ്പേ പ്രഖ്യാപിച്ചതാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട രാജേഷ് മന്ത്രി ഇത്രയും കൂടി അതിനൊപ്പം കൂട്ടിച്ചേർത്തു. 2022 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. അവരെ നിർമ്മാർജ്ജനം ചെയ്തു. അതിനുശേഷം പുതുതായി അതിദരിദ്രരായി മാറിയവർ ഉണ്ടാകാം. അവരെ മോചിപ്പിക്കാനുള്ളതാണ് 2ാം ഘട്ടം. എന്ത്? പിണറായി വിജയന്റെ ഭരണത്തിൽ അതിദരിദ്രർ ഉണ്ടായിരുന്നു? തേനും പാലും കാണകളിൽ കൂടി ഒഴുകുന്ന ഈ പോക്കണംകോട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് എങ്ങനെ വീണ്ടും അതിദരിദ്രർ ഉണ്ടായി? അതാണ് പിടികിട്ടാത്തത്. ഇങ്ങനെ ഒരിക്കലും ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് പറഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം ഈ മാധ്യമ ദുരന്തങ്ങൾ വക്രീകരിക്കുന്നത് തന്നെയാണ്, സംശയമില്ല. അല്ല, അതല്ലേ അതിൻ്റെ ഒരു ശരി?